continue to criticize me, and I will change, and I'll make you all proud. I hope you all will be kind to me. Criticize ചെയ്തോളൂ, പക്ഷേ also understand I'm just one human being, okay? I'm that now, and I will try to be a better human. I hope you will forgive me. ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരു ഫെയിൽഡ് എന്നോ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും സബ് ചെയ്യാനും മറക്കണ്ട എന്നുള്ളത്. അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മളെല്ലാം പ്രതീക്ഷിച്ച്, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ പേളിമാണി ഇടുമെന്നുള്ളത്. പേളിമാണി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട്, സത്യം പറഞ്ഞാൽ ടുവേർഡ്സ് ദ എൻഡ്, ആ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ പേളിമാണിയുടെ കണ്ണ് നിറയുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷയം അറിയാം. അതായത് ഈ പറയുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പേളിയിട്ട ഒരു പോസ്റ്റിനെ ചൊല്ലിയാണ് വിവാദങ്ങൾ വരുന്നത്. അതിനുശേഷം സിബി മലയിലേക്ക് വലിച്ചിടുകയും സിബി മലയിൽ ഒരു ഫെയിൽഡ് ഡയറക്ടറാണ് എന്ന് വളരെ അഹങ്കാരത്തോട് പറഞ്ഞ പേളി, നമ്മൾ ഇതുവരെ കേട്ടും പ്രതീക്ഷിക്കാത്ത, നമ്മൾ ഇതുവരെ കേട്ടും കണ്ട ഒരു പേളിയല്ല ആ ഒരു പോസ്റ്റിൽ കണ്ടത്. ഞാൻ പേളിയുമാണ്, ഇതിനൊക്കെ എന്നെ അറിഞ്ഞൂടാ, ഈ അമ്മക്കന്നെ തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ആ ഒരു രണ്ടാമതിട്ട പോസ്റ്റ് വളരെ വളരെ അഹങ്കാരപൂർവ്വം, നമ്മൾ ഒരിക്കലും പേളിയിൽ മാണിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു പോസ്റ്റാണ്. അതിനൊക്കെ മാപ്പ് പറഞ്ഞുകൊണ്ടാണ് പേളിമാണി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അവസാനം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഹ്യൂമൻ ആണ്, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, എനിക്ക് തെറ്റുകൾ പറ്റാം, എന്നോട് ക്ഷമിക്കണം, ഞാൻ കമന്റ് ബോക്സ് ഓൺ ആക്കിയിടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻസ്റ്റാ ഫോളോവേഴ്സ് കുറഞ്ഞത് 1-2 ലക്ഷം വരെ, ഏതാണ്ട് 5 ലക്ഷത്തോളം പേരാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ തൊട്ടിടുന്നത് 5.8 മില്യൺ ഉണ്ടായിരുന്ന 5.3 മാറിയിട്ടുണ്ട്. അത് ഏത് സമയവും 5.2 എനിക്ക് തുടർച്ചയായിട്ട് ഇപ്പോഴും ഈ പറയുന്ന പേളി അൺഫോളോ ബട്ടൺ ഇങ്ങനെ ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഇങ്ങനെ പോകുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടാൻ വേണ്ടിയിട്ട് ഇട്ട ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് പേളിയെ നമുക്ക് കാണാൻ സാധിക്കും, യഥാർത്ഥ പേളിയെ നമുക്ക് കാണാൻ സാധിക്കും. വാക്കുകളിലോ സ്വഭാവത്തിലോ ഒന്നും ഒരു അഹങ്കാരവും നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ ഒരു പേളിയാണ് ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത് എന്നുള്ളതാണ്. വെളിയിൽ നിന്ന് പെട്ടെന്നൊരു അഹങ്കാരം കാണുമ്പോൾ ഈ പറയുന്ന ഇത്രയും എന്താണ്, നമ്മുടെ സ്റ്റുഡൻസുകൾ ഇങ്ങനെ അടി വാങ്ങുമ്പോൾ വേണ്ട, ചുമ്മാ അടി വാങ്ങിച്ച് ചാവാ, നീയൊക്കെ വീട്ടിൽ പോയി ഇരി എന്ന് പറഞ്ഞ് അതിനെയൊക്കെ വെളുപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരു കാര്യം എടുത്തു പറയണം, തെറ്റ് തിരുത്തി മാപ്പ് പറഞ്ഞതിന് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ എന്തായാലും അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന് മാപ്പ് പറയണം എന്നുള്ളതാണ്. തെറ്റ് പറ്റി കഴിഞ്ഞാൽ മാപ്പ് പറയണമെന്നുള്ളത്. ഇനി പേളി എന്താണ് പറഞ്ഞത് നമുക്ക് കേൾക്കാം. ഓക്കെ, യൂട്യൂബ് ചാനൽ ഒരു അൺയൂഷ്വൽ യൂട്യൂബ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് ടുഡേ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഐ ഡു ദിസ് വീഡിയോ. ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങളിൽ കുറേ പേരെ ഞാൻ ഹേർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ വാക്കുകൾ കൊണ്ടും. എൻ്റെ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ റീസെൻ്റ്ലി ഞാൻ ഇട്ടത് അതെനിക്ക് ക്ലാരിഫൈ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങളെ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ആവശ്യമാണ്. ദാറ്റ് ഈസ് വൈ ഐ എം ഹിയർ. ഓക്കെ, ഇതിനകത്ത് തന്റെ അതായത് എനിക്ക് മുമ്പിട്ട പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ ആണ്. നിങ്ങളെ കുറെ പേരെ ഹെർട്ട് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളാരെയും എനിക്ക് ഹെർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഹെർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പോസ്റ്റ് മുഴുവനായിട്ട് വായിക്കുന്നുണ്ട്, അതിന്റെ മലയാള തർജ്ജമ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ഒരു വെളുപ്പിക്കലാണ് അവിടെ ചെയ്യുന്നത് എന്നത്. ആ പോസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം താങ്കൾ BJP അനുഭാവിയായിട്ട് നിന്നുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടതെന്നും അതൊരു ന്യൂട്രൽ പോസ്റ്റ് ആണെന്നും ഇനി എത്ര വെളുപ്പിച്ചിട്ടും അതിനൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. അവിടെ പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ വീട്ടിൽ പോകാൻ ഇരിക്കാൻ പറഞ്ഞ അങ്ങനെയൊന്നുമല്ല, നിങ്ങളുടെ സേഫ്റ്റി കണക്ക്, നിങ്ങൾക്ക് ആർക്കും ഒരു അടിയൊന്നും കിട്ടണ്ട എന്നൊരു കൺസേൺ വെച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അതങ്ങനെ മുഴുവനായിട്ട് വിഴുങ്ങാൻ എന്തായാലും ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ആ പോസ്റ്റ് മുഴുവനായിട്ട് വായിക്കുമ്പോൾ തന്നെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റാണ് ഇത്. നിങ്ങൾ വെറുതെ കിടന്ന് തല്ലുകൊള്ളരുത്, നിങ്ങൾ വീട്ടിൽ പോകണം എന്നുള്ളതാണ് അതിന് ഉദ്ദേശിച്ചത്. അപ്പൊ അതിനെ വെളുപ്പിക്കും. ഞാൻ ഇത്രയേ ഇട്ടുള്ളൂ. ഞാൻ എന്റെ കൺസേൺ മറ്റൊന്നും ആയിരുന്നില്ല. എന്താണ്, നിങ്ങളെ ഈ പറയുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പോലീസുകാർക്ക് അടി കൊള്ളുന്നത് നിർത്തി നിങ്ങൾ വീട്ടിൽ പോകുക എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. പേളിയെപ്പോൾ ഒരാൾ പറയാൻ, കാരണം അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്, വലിയൊരു കോസിന് വേണ്ടിയിട്ട് വലിയൊരു പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. അങ്ങനെ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് നിങ്ങൾ അടി കൊള്ളേണ്ട വീട്ടിൽ പോയിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ ഒരു വിജയം അവർക്ക് ഉണ്ടാവുമായിരുന്നു. പേളി പറഞ്ഞതുപോലെ അവരൊക്കെ വീട്ടിൽ പോയി ഇരുന്നിരുന്നു എങ്കിൽ
അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവി ഉൾപ്പെടെ അവതാളത്തിലായ ഒരു സമയമാണ്. എല്ലാ പരീക്ഷയും ഇതുപോലെ ചോദ്യപേപ്പർ ചോർന്നു പോയി കഴിഞ്ഞാൽ പണമുള്ളവൻ വാങ്ങും, പണമുള്ളവരെ കുട്ടികൾ ഡോക്ടറായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു കോഴ്സിന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ സമരം നടക്കുമ്പോൾ നിങ്ങൾ അടികൊള്ളേണ്ട, വീട്ടിൽ പോയിരിക്കാൻ പറയുന്നത് വളരെ ഫൂളിഷ്നസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിനകത്ത് പേളിക്ക് അത് മനസ്സിലായിട്ടില്ല എന്നൊന്നുമല്ല. പേളി അവിടെ BJP സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് തന്നെയാണ്. അതിനിപ്പം അതൊക്കെ വിടാം. ഓക്കെ, ബാക്കി. So I understand that now and I will try to be a better human. I hope you will forgive me. എൻ്റെ അകത്ത് കുറേ നെഗറ്റീവുകളുണ്ട്. ഞാനൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. And I'm trying to be a better human and I hope you will understand what I'm saying. I stand with the best interest of our nation, the best interest of our students and our state. എല്ലാവരും നന്നായി വരണം, എല്ലാവർക്കും നല്ലതേ വരാവൂന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ് വായിച്ചിട്ട് ആർക്കെങ്കിലും ഇപ്പോഴും ഹേർട്ട് ഉണ്ടെങ്കിൽ ഐ എം സോറി, ഞാൻ തിരുത്തിക്കോളാം. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. ഇത്രയും വാല്യുബിൾ ടൈം നിങ്ങൾ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ ലവ് യു ഓൾ. ക്രിട്ടിസൈസ് ചെയ്യണം, കണ്ടിന്യൂ ടു ക്രിട്ടിസൈസ് മീ ആൻഡ് ഐ വിൽ ചേഞ്ച് and I'll make you all proud. Thank you everyone, and make sure you like, share, subscribe and comment section open ആക്കാൻ പോവാണ്. And I hope you all will be kind to me. Criticize ചെയ്തോളൂ, പക്ഷേ also understand I'm just one human being. Okay, I love you all and be kind to everyone else also. Social media is a beautiful place. ഓക്കെ, ഇതാണ് പേളി മാണിയുടെ വീഡിയോയുടെ അവസാന ഭാഗം ഇങ്ങനെ അവസാനിക്കുന്നത്. അതായത് അവസാന ഭാഗങ്ങളിൽ ഞാനും ഒരു മനുഷ്യനാണ്, എന്നെ നിങ്ങൾക്ക് ഞാനിന്ന് കമന്റ് ബോക്സ് ഓണാക്കി വെക്കുകയാണ്. നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തോളൂ, പ്രശ്നമല്ല. പക്ഷേ എനിക്കൊരു ചെറിയൊരു ദയ എൻ്റെ കാണിക്കണം. അതായത് വളരെ മോശമായിട്ടുള്ള കമന്റുകൾ കാര്യങ്ങളൊന്നും ഇടരുത് എന്നുള്ളതാണ്. പേളി അവിടെയൊക്കെ പേളി ഒരുപാട് സങ്കടപ്പെട്ടാണ് പറയുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ ചെയ്ത ഒരു അബദ്ധം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു തെറ്റ്, അതിനുള്ള ശിക്ഷ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ടുവേർഡ്സ് ദ ഇതിൽ പറയുന്നുണ്ട്. ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ, നിങ്ങൾ ഇനിയും ക്രിട്ടിസൈസ് ചെയ്യണം, ഞാൻ നന്നായിക്കോളാം, എന്നോടും എനിക്ക് മാപ്പ് തരൂ എന്ന് പറഞ്ഞുള്ള സാധനമാണ്. ഇനിയാണ് നമ്മുടെ സിബി മലയിലുമായി ബന്ധപ്പെട്ട ആ ഒരു പോർഷൻ നമുക്ക് ഇവിടെ വെക്കാം. സിബി മലയിനെ കുറിച്ച് എന്താണ് പേളി മാണി പറഞ്ഞത് എന്നുള്ളത് കേൾക്കാം. ഓക്കെ, ഇത് ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എന്നെ ഹേർട്ട് ചെയ്തൊരു മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ, ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഗ്രേവിൽ ഞാൻ തുപ്പുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം വന്നു. എനിക്കത് ഭയങ്കര, സത്യമായിട്ട് എനിക്കത് ഭയങ്കര ഹേർട്ടായി. അത് രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല, എനിക്കിതിനോട് റിയാക്ട് ചെയ്യണം. ഞാനപ്പോൾ ആംഗ്രി ആയി, എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. സോ ഐ വാസ് ഹേർട്ട് ആൻഡ് ഐ തോട്ട് ഓക്കെ, ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതി. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ മുമ്പിൽ പിന്നെ വന്ന ഒരു സ്റ്റോറി. ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, എന്തുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റോറി ഇട്ടത് എന്നുള്ളതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് പിന്നീട് പേളി തരുന്നത്. അതായത് നമ്മുടെ ജോ മലയിൽ ഇട്ട ഒരു പോസ്റ്റ്, അതിനകത്ത് ഫ്രീഡം, അതായത് സമരം ചെയ്യുന്നവരെ വീട്ടിൽ പോയി ഇരിക്കുക എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഫ്രീഡം, നമ്മുടെ സ്വാതന്ത്ര്യ സമരം, അവരെ കൂടി നിങ്ങൾ തള്ളിപ്പറയുകയല്ലേ എന്നുള്ള രീതിയിലൊരു വരി ഉണ്ടായിരുന്നു. അതാണ് എന്നെ ഹേർട്ട് ചെയ്തത് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് പേളി അപ്പോൾ ആ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ വളരെ ആലോചിച്ച് പോസ്റ്റ് ഇടണമായിരുന്നു. പലരും ഇവിടെ അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. പലരും ഇപ്പോൾ ഓരോ പ്രസ്താവനകൾ നടക്കുന്ന ആ പാർട്ടിയിൽ അടിമപ്പെട്ടു പോകുന്നു. സ്വന്തം ബുദ്ധി, സ്വന്തം വിവേകമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ പാർട്ടിയിൽ അടിമപ്പെട്ടു പോകുമ്പോൾ ഇങ്ങനെയുള്ള സെന്റൻസുകൾ എഴുതാൻ തോന്നുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എന്താ വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ എഴുതിയത് അതൊരു വലിയ തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ഒരു 15-20 കുറച്ച് നേരം കഴിഞ്ഞിട്ട്, കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാനത് ഡിലീറ്റും ചെയ്തു. എന്താ വെച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കറിയാം എന്തായാലും സ്ക്രീൻഷോട്ട് പോകും. പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരു ഫെയിൽഡ് എന്നോ. നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. അങ്ങനെയല്ല എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത്. അത് വളരെ വലിയൊരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ വിളിച്ചതിന്. ഐ എം സോറി. ഇവിടെയും എനിക്ക് പേളിയെടുത്തൊരു എതിരഭിപ്രായമുണ്ട്. ഇപ്പോഴും ജോ മലയിൽ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനോട് അല്ലെങ്കിൽ ആ ഒരു പയ്യനോട് താങ്കൾക്ക് ഇപ്പോഴും നല്ല വെറുപ്പുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതുവരെയ്ക്കിട്ട് ആ പുള്ളിയുടെ പേര് താങ്കൾ എടുത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം, അയാള്, ആ പോസ്റ്റ് ഇട്ട ആള്, എന്തുകൊണ്ട് താങ്കൾ പേര് പറഞ്ഞില്ല? ആ പേര് പറയാത്തിടത്തോളം കാലം താങ്കൾ ഇപ്പോഴും ആ പുള്ളിയോട് ഭയങ്കരമായിട്ടൊരു ദേഷ്യമുണ്ട്. ആ പുള്ളി ഇട്ട പോസ്റ്റ് കൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു വിവാദം ഉണ്ടായത് എന്ന് താങ്കൾ
താങ്കളുടെ ആ വാക്കുകളിൽ ഉണ്ട് എന്നത്. ഇവിടെ മാത്രം എനിക്കൊരു ഡിസഗ്രി ഉണ്ട്. കാരണം ആ പുള്ളിയുടെ പേര് പറയാമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ അയാളെ ഒരു ഫെയിൽഡ് പറയുന്ന ഫിലിം മേക്കർ എന്ന് വിളിച്ച് തെറ്റായി പോയി എന്നാണ് ഇവിടെ പേളി പറയുന്നത്. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അയാളെയാണ്, അതായത് ഈ ജോ മലയിലിനെയാണ് വിളിച്ചതെന്നാണ് പേളി ഇവിടെ പറയുന്നത്. ജോ മലയിൽ ഏത് സിനിമയാണ് പിന്നീട് ഈ പറയുന്ന ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്? അവൻ ഒരു പടവും ഡയറക്റ്റ് ചെയ്തിട്ടില്ല. ഏതോ പടത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ ഒരു പടവും അവൻ ഡയറക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ അവനെ എങ്ങനെയാ താങ്കൾ ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിക്കും? അവൻ ഒന്നോ രണ്ടോ എന്തോ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് 1-2 അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിക്കേണ്ട ആവശ്യമല്ല. ഇവിടെ പേളി പറഞ്ഞു വരുന്നത്, ഞാൻ വിളിച്ചത് സിബി മലയിലിനെ അല്ല, ഈ പറയുന്ന സിബി മലയിലിന്റെ മകനെയാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. സിബി മലയിലിന്റെ മകനെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിക്കുന്ന അവൻ ഒരു പടമെങ്കിലും ചെയ്തിരിക്കണം. അവൻ ഒരു പടവും പോലും ഡയറക്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. പിന്നെ എങ്ങനെ താങ്കൾ വിളിക്കും എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ താങ്കൾ സിബി മലയിലിനെ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് ബാക്കി. I didn't mean to say that and I'm sorry if I hurt you by saying that. അതിനുശേഷം ഞാൻ അതിനകത്ത് എഴുതിയിരുന്നു, നേരത്തെ പോസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കുറിച്ച് എഴുതിയ ആ പോസ്റ്റിൽ ലാസ്റ്റിൽ എഴുതിയിരുന്നു, ഈ കളർ കണ്ടാൽ അറിയാം എന്താണ് ഏത് പാർട്ടീനെയാണ് കൂടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കി കാണിക്കുന്ന രീതിയിൽ. എനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് യെസ് ഐ ലവ് സാഫ്രൻ ആൻഡ് ഐ ലവ് ഇറ്റ് മോസ്റ്റ് ഇൻ ദി ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറഞ്ഞു. ഇത് എഴുതി ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും അപ്പോഴേക്ക് സ്ക്രീൻഷോട്ട് എടുത്തു. അത് അദ്ദേഹത്തിനുള്ളൊരു മറുപടിയായിരുന്നു. സ്റ്റോറി ഇട്ട സമയത്ത് ഇദ്ദേഹം ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ സാഫ്രോൺ കളർ എനിക്ക് ഇഷ്ടം എന്നുള്ള രീതിയിൽ ഇട്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു വിശദീകരണമാണ്, ഒരു ന്യായീകരണമാണ് ഇതിൽ കൊടുത്തത്. അതിനകത്ത് അങ്ങനെയൊന്നും അല്ല, ഞാൻ വേണമെങ്കിൽ അതിവിടെ കൊടുക്കാം. അതിനകത്ത് എഴുതിയിരുന്നത് വളരെ അഹങ്കാരത്തോട് കൂടി പേളിയിട്ടൊരു പോസ്റ്റാണ്. അതെ, എൻ്റെ പിന്നെ ഇഷ്ടം പിന്നീട് കുങ്കുമമാണ് അല്ലെങ്കിൽ സാഫ്രോൺ ആണ്, നിങ്ങൾക്ക് എന്താ പ്രശ്നം, എൻ്റെ പിന്നീട് ഈ എൻ്റെ പേര് പേളിയുമാണ് എന്നാണ്, അമ്മ വീര മറ്റേ മദർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അഹങ്കാരം. അതിനൊക്കെ വളരെ വ്യക്തമായിട്ട് അധികാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും താങ്കൾ ഈ പറയുന്ന നമ്മുടെ ത്രിവർണ്ണ പതാകയിലുള്ള സാഫ്രോണിനെ അല്ല ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ്. കാരണം ആദ്യം തന്നെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നു, ഒരു ന്യൂട്രലായിട്ടൊരു പോസ്റ്റ് ഇടുന്നു, അതിനുശേഷം എൻ്റെ യെസ് മൈ ഫേവറേറ്റ് കളർ ഇസ് സാഫ്രോൺ എന്നൊക്കെ പറഞ്ഞൊരു ഇടുമ്പോൾ വ്യക്തമാണ്. അതിനകത്ത് ഇനി ന്യായീകരണം ഒന്നും വേണ്ട എന്നുള്ളതാണ് ബാക്കി. ഇത് വേറൊരു സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ അച്ഛനെയാണ് ഞാൻ കുറ്റം പറയുന്നത്, അച്ഛനെയാണ് ഞാൻ പറയുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇസ് ദ വൺ ആൻഡ് ഓൺലി സിബി മലയിൽ, ദ ഡയറക്ടർ, ദ ഐക്കോണിക്, ദ മോസ്റ്റ് ലവ്ഡ്, ദ മോസ്റ്റ് സെലിബ്രേറ്റഡ്. എനിക്കൊക്കെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് സിബി മലയിൽ സർ. ഞാൻ എന്നല്ല, നമ്മുടെ മലയാളികൾ എല്ലാവരും വി ആർ ഓൾ ബിഗ് ഫാൻ ഓഫ് സിബി മലയിൽ സർ. ഈ ഒരു സാധനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. അത് അങ്ങനെ മാറ്റി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അത് ന്യൂസ് ചാനൽസ് അത് ഇങ്ങനെ എഴുതുകയാണ്, അത് ക്ലാരിഫൈ ചെയ്യാണ്ട്. ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ഈ 10 പേജ് എന്നെക്കുറിച്ച് എഴുതിയ ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റോറി ഇട്ടത്. പക്ഷെ അതിൽ സിബി മലയിൽ സർ എങ്ങനെ വന്നു, ഇത് ഞാൻ എങ്ങനെ തിരുത്തും എന്ന് എനിക്ക് മനസ്സിലാവണം. ഇനി ഞാൻ ഒന്നും ഇടരുതെന്നും തീരുമാനിച്ചു. എന്താ വെച്ചാൽ ഞാൻ ഇനി എന്തിട്ടാലും അത് പ്രശ്നമാവും. ഞാൻ മിണ്ടാണ്ടിരുന്നു. പക്ഷേ ഇതിങ്ങനെ കൂടി ഇതിപ്പം സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും സിബി മലയിൽ സാറിന് അങ്ങനെ പറയില്ല. ബിക്കോസ് ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് മലയാളം സിനിമ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐ എം എ ഹ്യൂജ് ഫാൻ സർ. സർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ ലവ് യു ആൻഡ് ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് യോഴ്സ്. ഓക്കെ, വീണ്ടും പേളി പറഞ്ഞു വരുന്നത് എങ്ങനെയാണ്, ഞാൻ സിബി മലയാളിനല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഒരിക്കലും അങ്ങനെയാണ്, ഞാൻ അങ്ങയുടെ വലിയ ഫാനാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെയും ഈ ജോ മലയിലിന്റെ പേര് പറയുന്നില്ല. എനിക്കെതിരെ 10 പേജ് വിശദീകരണം തന്നെ അവർക്കെതിരായിട്ടാണ് ഞാൻ ആ ഒരു പോസ്റ്റ് ഇട്ടത്. അവർ പറയുന്നുണ്ട് ഒരു 10 പേജുള്ള ഒരു പോസ്റ്റ് ഇട്ട് അവിടെ കുറച്ച് ഒരു അജിനോമുട്ടയും മുളകും പൊടി എന്നൊക്കെ വാരിയിട്ട് നിങ്ങൾ പൊലിപ്പിച്ച് കണ്ടത് വളരെ അഹങ്കാരപൂർണ്ണമായിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത്. ഇവിടെ ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ ഇപ്പോഴും വീണ്ടും പറയുന്നുണ്ട് സിബി മലയിലിനെ അല്ല ഞാൻ പറഞ്ഞത് ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് ഉദ്ദേശിച്ചത് സിബി മലയിലിനെ അല്ല, ജോ മലയിലിനാണെങ്കിൽ അവൻ ഒരു പടമെങ്കിലും ചെയ്യണ്ടേന്നേ. നമ്മൾ ഒരാളെ ഫെയിൽ ആടെ എന്ന് പറഞ്ഞാൽ അവനൊരു പടം ചെയ്യണ്ടേ? ഒരു പടവും പോലും ചെയ്യാതെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ടറിന്റെ കൂടെ ഈ പറയുന്ന പഠിക്കുക, ഡയറക്ഷൻ പഠിക്കുക, എങ്ങനെയൊക്കെയാണെന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതിനെക്കാട്ട് വലുതായിട്ടൊന്നും ഇല്ല അതിനകത്ത്. ഏതെങ്കിലും ഡയറക്ടർ ഇല്ലെങ്കിൽ ഒരു ചെറിയ സീൻ എടുക്കാനെ കൊടുക്കും, ഇത്രയേ ഉള്ളൂ. അപ്പൊ അവനെയൊക്കെ 1-2 ഈ പറയുന്ന ഷോർട്ട് ഫിലിം മാത്രം ചെയ്ത ഒരാളെ ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അപ്പോഴത്തെ ദേശീയത്തിൽ അഹങ്കാരം കൂടുമ്പോൾ, സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പേളിമാണിയുടെ ആ പോസ്റ്റ് കണ്ടാൽ കൃത്യമായിട്ട് അപ്പോഴും പേളിമാണിക്ക് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന്, ഞാനെന്തോ മറ്റവളാണെന്നൊരു ചിന്ത പേളിമാണിക്ക് ഉണ്ടായിരുന്നു.
അത് 1% പോലും അത് നമുക്കല്ല എന്ന് പറയാൻ സാധിക്കില്ല. അത്രയ്ക്കൊരു അഹങ്കാരമുണ്ട്. ആ പോസ്റ്റുകളിൽ കൃത്യമായിട്ട് പ്രതിധ്വനിച്ച് നമുക്ക് കാണാം, കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കാണും ആ പേളിയുടെ അഹങ്കാരം. എന്റെ പേര് പേളിയാണ്, ഞാൻ പേളിമാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എന്തൊരു അമ്മക്കരടി തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ അവിടെ ആ ഒരു അഹങ്കാരത്തിന്റെ പുറത്തിൽ അവന് 2 കൊടുക്കണം. നീയൊക്കെ ആരടാ, ഞാൻ മറ്റവളാണ്, നീയൊക്കെ എന്തടാ എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഇട്ടതായിരിക്കാം. അല്ലാതെ സിബി മലയിലൊക്കെ ഒരു ഫെയിൽഡ് ഡയറക്ടർ എന്ന് പിന്നെ പെള്ളിമാണി വിളിക്കാൻ അത്രയ്ക്ക് വിവരക്കേട് ഇല്ല എന്ന്. ചിലപ്പം ഇവൻ പടം ചെയ്തു എന്ന് കരുതി ഇട്ടതായിരിക്കും. എന്തായാലും അവൻ ഒരു പടവും ചെയ്തിട്ടില്ലാത്തവരുടെ കാലം ഇനി പെള്ളിമാൻ അത് ഉദ്ദേശിച്ചാണ് ഇട്ടെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ചിലപ്പോൾ ആയിരിക്കും അവൻ ഒരു പടവും ചെയ്തിട്ടില്ല, പിന്നെ അവനെ ഫെയിൽഡ് ഡയറക്ടർ ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. അവിടെ ഫിലിം ചെയ്ത ഒരു അച്ഛനാണ്. അതുകൊണ്ട് തന്നെ അവൻ കൃത്യമായിട്ട് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. എന്റെ അച്ഛൻ നട്ടലുള്ള ഒരു മകനെയാണ് വളർത്തിയത്, നിങ്ങളെ പോലെ പേടിത്തൂറിയായ ഭീരുവായ ഒരു മകളെയല്ല നിങ്ങളുടെ അച്ഛൻ വളർത്തിയ പോലെ ഒരു പേടിത്തൂറിയായ മകളെയല്ല എന്ന് പറഞ്ഞ ചുട്ട മറുപടി ജോ മലയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെളിവാണിയുടെ ഈ പറയുന്ന ഏറ്റുപറച്ചിലും മാപ്പ് പറച്ചിലൊക്കെ നമുക്ക് എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു എതിരഭിപ്രായമുള്ളൂ പേളി. അത് മറ്റൊന്നുമല്ല, താങ്കൾക്ക് അവരുടെ പേരെടുത്ത് പറയാമായിരുന്നു. ജോ മലയിൽ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ അത്രയും തീരും. അപ്പൊ താങ്കൾ ആ പേരെടുത്ത് പറയാത്തത്തോളം കാലം താങ്കൾക്ക് എന്തുമാത്രം ദേഷ്യം ആ പുള്ളിയുടെ അടുത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് അവർക്ക് ചിലപ്പോൾ താങ്കളെ കുറിച്ച് വളരെ മോശമായിട്ട് എഴുതിയിട്ടുണ്ടാവാം, മോശമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ താങ്കൾ ഇപ്പോ അവന്റെ പേരെടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ താങ്കളുടെ ഭാഗത്തുള്ള ആ ഒരു ഹേറ്റ്സ് ഒരു നല്ല രീതിയിൽ കുറയുമായിരുന്നു. പക്ഷെ ഇവിടെയും താങ്കളുടെ ആ സംസാരത്തിലൊക്കെ ആ പുള്ളിയോടുള്ള ദേഷ്യം, ആ പുള്ളിയോടുള്ള വൈരാഗ്യം, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ അതിനർത്ഥം അഹങ്കാരം കുറഞ്ഞിട്ടില്ല, ഇനിയും കുറച്ചുകൂടി കുറയാനുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മോശമായ കമന്റ് നമുക്ക് എടുക്കണം. ജയ് ഹിന്ദ്.